എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഈ ഡിസംബർ 31 വരാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ്. ഒന്നാമത്തേത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ, രണ്ടാമത്തേത് സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ. മാത്രമല്ല അതിന്റെ കൂടെ ബാക്കിയുള്ള ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഇനി നോട്ടിഫിക്കേഷൻ വരാനായിട്ട് എത്ര ദിവസം മാത്രമേ ഉള്ളൂ? വെറും 3 ദിവസം മാത്രമേ നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ വരുന്നു. അത് കഴിഞ്ഞ് ഇതിന്റെ പ്രിലിംസ് എക്സാം എപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം? അപ്പൊ അതിന് മുമ്പായിട്ട് ഇത് ഇപ്പോഴായിട്ട് പഠിച്ചു തുടങ്ങുന്നവരുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇതിന്റെ എക്സാം പാറ്റേൺ ഇങ്ങനെയാണ്. ഫസ്റ്റ് വൺ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രിലിംസ്, ഫസ്റ്റ് വരുന്ന പ്രിലിംസ് ആണ് 100 മാർക്കിന്റെ ഒരു പ്രിലിംസ് എക്സാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ എടുത്ത് 200 മാർക്കിന്റെ ഒരു മെയിൻസ് എക്സാം. ദെൻ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ ഒരു ഇന്റർവ്യൂ. അങ്ങനെയായിരിക്കും എന്ത് വരുന്നത്, എക്സാം സ്ട്രക്ചർ വരുന്നത്. പ്രിലിംസ്, മെയിൻസ്, പിന്നെ ഇന്റർവ്യൂ. ഓക്കെ, അത് കഴിഞ്ഞ് മെയിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 പാർട്ട് കാണാം. പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പേപ്പർ 1ഉം പേപ്പർ 2ഉം കാണാം. അതിനകത്ത് പേപ്പർ 2 നമ്മൾ നോക്കുകയാണെങ്കിൽ പേപ്പർ 2 എന്തായിരിക്കും, സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കും പേപ്പർ 2 വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ ഇന്റർവ്യൂ ആണ്. ഇങ്ങനെയാണ് എക്സാം സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്താണെന്നറിയോ? എക്സാം എന്നായിരിക്കും, പ്രിലിംസ് എക്സാം എന്നായിരിക്കും. നോക്കേ, ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് എപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം? ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് വിവിധ ഘട്ടങ്ങളിലായിരിക്കും എന്ത് നടക്കുന്നത്, എക്സാം നടക്കുന്നത്. ചിലപ്പോൾ ഒരു 4 ഫേസ് ആയിട്ടായിരിക്കും എക്സാം നടക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ഫേസ് ഏപ്രിൽ പകുതിയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിലിംസ് എക്സാമിന് നമ്മുടെ മുമ്പിലുള്ളത് എത്ര മാസം മാത്രമാണ്? വെറും 3.5 മാസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതായത് 105 ദിവസമാണ് പ്രിലിംസ് എക്സാമിന് നമ്മുടെ മുമ്പിലുള്ളത്. സോ ഏറ്റവും മികച്ചൊരു സ്ട്രാറ്റജിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിലിംസ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്ത് പോകും. ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞു തരാം. ദെൻ അത് കഴിഞ്ഞാൽ പ്രിലിംസ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മെയിൻസ് ആണ്. അപ്പൊ അവിടെ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എനർജി തരുന്ന ഒരു കാര്യം ഇതാണ്. നോക്കിയടാ, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എപ്പോഴായിരുന്നു? ഈ കാണുന്നതാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ. 2021 അവസാനമായിട്ട് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അതിനുശേഷം 3 വർഷം കഴിഞ്ഞ് 2024 അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. ഇനി അത് കഴിഞ്ഞ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എപ്പോഴായിരിക്കും? 2027 അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ 2027 അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നു. ഇപ്പൊ വരാൻ പോകുന്നതല്ല, അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നു. 2028 അതിന്റെ എക്സാം നടക്കുന്നു. 2029 അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നു. ആ റാങ്ക് ലിസ്റ്റിന് 2032 വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ 2 വർഷമാക്കിയാണെങ്കിൽ 2031 വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പഠിക്കുന്ന ഒരു കുട്ടി ഈ എക്സാമിനായിട്ടൊന്ന് ഉഴപ്പിയാൽ, ഈ 105 ദിവസം ഒന്ന് ഉഴപ്പിയാൽ, അയാൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, എക്സാം ക്രാക്ക് ചെയ്യത്തില്ല. പുള്ളി അടുത്ത റാങ്ക് ലിസ്റ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ജോലിക്ക് കയറുന്നത്. അടുത്ത ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ അടുത്ത ഒരു ഡിഗ്രി ലെവൽ എക്സാം എപ്പോൾ മാത്രമേ റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ? 2029 മാത്രമേ റാങ്ക് ലിസ്റ്റ് വരത്തുള്ളൂ. എത്ര നന്നായിട്ട് പഠിച്ചാലും ആ വർഷം ജോലി കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല. 2029 കഴിഞ്ഞ് 30, 31 ചിലപ്പോൾ ആ വർഷങ്ങളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അഡ്വൈസ് ചെയ്തിട്ട് കയറി പോകുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഒരാൾ ഒന്ന് ഉഴപ്പുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് എത്ര വർഷങ്ങളാണ് പോകാൻ പോകുന്നത്? വർഷം ഇപ്പോൾ 2024 അവസാനിച്ചു. ഏറ്റവും ചുരുങ്ങിയത് 5 വർഷമാണ് ഒരാളുടെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നത്. സോ ഈ 105 ദിവസം മെയിൻസും കൂടെ ചേർത്തിട്ട് ഒരു 6 മാസം നമ്മളൊന്ന് ഉഴപ്പിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് 5-6 വർഷങ്ങൾ അങ്ങ് പോയി കിട്ടും. ഇതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഓക്കെ, നമ്മളൊന്ന് വീക്കായാലും നമ്മുടെ ഒപ്പണന്റ് എന്ത് ചെയ്യുന്നു, കയറി അങ്ങ് പോകുന്നു. നമ്മുടെ 5 വർഷം പോക്കാണ്. ഇത് മനസ്സിൽ വെച്ചേ നിങ്ങൾ എന്ത് ചെയ്യാവും, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോഴേ നമുക്ക് എന്ത് വരത്തുള്ളൂ, ഒരു വാശി നമുക്ക് വരത്തുള്ളൂ. ഓക്കെ, ഞാനത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ എക്സാമിനെ കുറിച്ച് ഫസ്റ്റ് പറയുകയാണെങ്കിൽ, ഇവിടെ കോമ്പറ്റീഷൻ എന്താണ്, ഹെവിയാണ്. കോമ്പറ്റീഷൻ ഹൈ ആണ്. അതായത് 14 ജില്ലകളിലെ എല്ലാവരും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിന് വേണ്ടി മത്സരിക്കുന്നത്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജില്ലാ തലത്തിലല്ല റാങ്ക് ലിസ്റ്റ് വരുന്നത്. കേരളം എന്ന സംസ്ഥാനം മൊത്തത്തിലാണ് എന്ത് വരുന്നത്, റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, NTPC റെയിൽവേയുടെ ഒരു എക്സാം എടുക്കുകയാണ്. അവിടെ ഇന്ത്യയിലാണ് മൊത്തം എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വേക്കൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ ഏതാണ്ട് സെയിം ആണ് വരുന്നത്. ഏതൊരു കാര്യത്തിനായാലും എഫേർട്ട് കൊടുത്താലേ, പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവം ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് 2 കാലുണ്ട്, 2 കൈയുണ്ട്, തലയുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, എക്സാം ഒരാൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സാമിനെ പിടിക്കാനായിട്ട് പറ്റും. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. എഫേർട്ട് എന്ന ഒറ്റ വാക്ക് മാത്രം മതി, ഒറ്റ ഒരു പ്രയത്നം മാത്രം മതി, നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിനെ നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഫസ്റ്റ് നോക്കുക,
7 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വരാനുള്ളത്. ഒന്നാമത്തേത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്, അത് വരുമെന്ന് ഉറപ്പാണ്. രണ്ടാമത്തേത് SBCID സ്പെഷ്യൽ ബ്രാഞ്ച് CID, അതും ഈ മാസം അവസാനം അല്ലെങ്കിൽ ഒരു ജനുവരി ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് 2019 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് എക്സൈസ് ഇൻസ്പെക്ടർ, പിന്നെ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഉറപ്പാണ്. അസിസ്റ്റന്റ് ജയിലർ, നാഷണൽ സേവിങ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്, അങ്ങനെ 7 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനാണ് ഈ അടുത്ത ഒരു മാസത്തിനാണ് നമുക്ക് വരാനുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു എക്സാമിന് വേണ്ടി മാത്രമല്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? 7 എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വർഷം 2025 വരാൻ പോകുന്ന മറ്റ് 2 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻസ് ആണ്. ഒന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഏറ്റവും അധികം അഡ്വൈസ് പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. തന്നെ രണ്ടാമത്തേത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അഡ്വൈസ് ഒക്കെ കുറവാണ്, ആദ്യമേ പറയാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ അടുത്ത് വീണ്ടും വരാൻ പോവുകയാണ്. ഒറ്റ പ്രിപ്പറേഷൻ ഇത്രയും എക്സാം മുമ്പിലുണ്ട്. സോ എന്ത് ചെയ്യുക, നല്ലൊരു അറ്റംപ്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. ഓക്കെ, 7 എക്സാമിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ എക്സാം സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പ്രിലിംസ് എത്ര മാർക്കാണ്. പ്രിലിംസ് വന്നിട്ട് 100 മാർക്കാണ് പ്രിലിംസിന് വരുന്നത്. സോ പ്രിലിംസ് വന്നിട്ട് എത്ര മാർക്കാണ്? 100 മാർക്കാണ് പ്രിലിംസിന് വരുന്നത്. അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് വന്നിട്ട് 20 മാർക്കാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വന്നെടുത്ത് മാക്സും റീസണിംഗ് കൂടെ ചേർത്തിട്ട് 20 മാർക്കാണ്. മലയാളം വന്നിട്ട് 10 മാർക്കാണ്. സോ ടോട്ടൽ എത്ര മാർക്കായി? 50 മാർക്കായി. അത് കഴിഞ്ഞ് GK പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 50 മാർക്കാണ്. അതിനകത്ത് ഹിസ്റ്ററി വന്നിട്ട് 10 മാർക്കാണ്. ഓക്കെ, അതായത് മാക്സും ഇംഗ്ലീഷും മലയാളവും മാത്രം തന്നെ എത്ര മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? 50 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇതുവരെ നടന്ന ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അനലൈസ് ചെയ്യാം. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ആപ്പിനകത്ത് നമ്മൾ 2021 മുതൽ 2024, അതായത് ഇപ്പോൾ വരെ നടന്ന LSCSന്റെ മെയിൻസ് അടക്കമുള്ള 39 ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്പിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതിന്റെ റേഞ്ച് എങ്ങനെയായിരുന്നു, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പോൾ അത് നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എപ്പോഴും എന്തായിരിക്കും, ആവറേജ് ആയിരിക്കും. എളുപ്പം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒന്നും എളുപ്പമല്ല, ലൈഫിൽ ഒന്നും എളുപ്പത്തിൽ നമുക്ക് കിട്ടത്തുമില്ല. അത് കിട്ടിയാൽ തന്നെ ഒരുപാട് കാലം നിൽക്കത്തുമില്ല. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ആവറേജ് റേഞ്ചിലാണ് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് മൊത്തം വരുന്നത്. ദെൻ അത് കഴിഞ്ഞ ബാക്കി GK പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും, നല്ല ഹെവി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പ്രത്യേകിച്ച് പൊളിറ്റി, ദെൻ എക്കണോമിക്സ്, ദെൻ ജോഗ്രഫി ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ സ്ട്രാറ്റജി ഇതായിരിക്കണം. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. ഒരു ദിവസം 6 മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു ആദ്യത്തെ ഒരു 1.5 മാസം ഒരു പകുതി സമയമെങ്കിലും എന്ത് ചെയ്യുക, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിങ്ങൾ വർക്ക് ചെയ്യുക. അവിടെ മാക്സിമം മാർക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. മിനിമം ഫുള്ള് എത്ര പഠിച്ചാലും ഫുള്ള് കിട്ടുമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഒരു 40 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നമുക്ക് സേഫ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് GK പാർട്ട് നമ്മൾ നോക്കിയാൽ അതിനകത്ത് ഒരു പകുതി ക്വസ്റ്റ്യൻസ്, അതായത് ഒരു 25 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് മിനിമം ആ വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ, മിനിമം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. സോ 40 + 25 65 മാർക്കായി. ഇന്ന് വരെ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് 65+ എന്ത് ചെയ്തിട്ടില്ല, കട്ട് ഓഫ് കയറിയിട്ടില്ല. ഓക്കെ, 55 ആ റേഞ്ചൊക്കെയാണ് എന്ത് വരുന്നത്, കട്ട് ഓഫ് വരുന്നത്. ഓക്കെയാണ്. പാടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോഴും, അതേ റേഞ്ചുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോഴും ഒരു മാക്സിമം 60 വരെയൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, പ്രിലിംസിന്റെ കട്ട് ഓഫ് കയറത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും LD കട്ട് ഓഫ് ഭയങ്കരമല്ലേ? ആണ്, LD കട്ട് ഓഫ് ഭയങ്കരമാണ്. LD ആണ്. പക്ഷേ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ചിലപ്പോൾ GK പാർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് പോലും എന്ത് ചെയ്യത്തില്ല, പ്രോപ്പറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പിന്നെ ദൈവം സഹായിച്ച കുറേ ഡീലീഷൻ എന്ത് ചെയ്യും, അങ്ങ് നടക്കും, എല്ലാം ഉജ്ജ്വലം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു 60 മാർക്ക് അല്ലെങ്കിൽ 65 മാർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, 60 അല്ല 65+ മാർക്ക് നമുക്ക് ആ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ പ്രിലിംസ് എന്ത് ചെയ്തു, പാസ്സായി. അതൊരു വലിയ ടാസ്ക് ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് മെയിൻസ് ആണ്. അവിടെ മറ്റൊരു സ്ട്രാറ്റജിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, 7 നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിനകത്ത് 419 ഒരു സാധനമുണ്ട്. ഈ നിലവിലുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വന്നത് 12/4/2023 നിലവിലുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വന്നത്. റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധിയുണ്ട്. അതായത് 11/4/2026 വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് ഏതാണ്ട് 12, 16 മാസം റാങ്ക് ലിസ്റ്റിന് ഇനി അങ്ങോട്ട് എന്തുണ്ട്, കാലാവധിയുണ്ട്.
അപ്പോൾ ഇതുവരെ 419 അഡ്വൈസ് പോയെങ്കിൽ ഇനി ഇതിൻ്റെ ഒരിരട്ടിയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. മിനിമം ഒരിരട്ടിയും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഏതാണ്ട് 840 അല്ലെങ്കിൽ 838, ചിലപ്പോൾ റൗണ്ട് ചെയ്തൊരു 900 വരെയൊക്കെ എന്ത് ചെയ്യാം അഡ്വൈസ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെൻറ് പുതിയൊരു മാറ്റം കൂടെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് എങ്ങനെയാണ്, ഇനി അങ്ങോട്ട് റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യത്തില്ല, വലുതാക്കത്തില്ല. അതായത് എത്ര അഡ്വൈസ് ആണോ പോകുന്നത് അതിൻ്റെ ഒരു 10% മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എക്സസ് ഇടത്തുള്ളൂ. അത് ഒരുപാട് അതിന് ദോഷങ്ങളുണ്ട്, ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി തരാം. അപ്പോൾ അങ്ങനെയായിരിക്കും ഇനി PSCയുടെ ഒക്കെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാൻ പോകുന്നത്, വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടിയാൽ പോരാ, അവസാനം ജോലി കിട്ടിയാൽ പോരാ. നമുക്ക് ജോലി കിട്ടേണ്ടത് ആദ്യത്തെ ഒരു 50 റാങ്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് വരാൻ പറ്റണം. സോ ആദ്യത്തെ 50 റാങ്കിനകത്ത് വരാനായിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 50ാമത്തെ റാങ്കുകാരനും 500ാമത്തെ റാങ്കുകാരനും തമ്മിൽ വലിയ മാർക്കിൻ്റെ ഡിഫറൻസ് ഒന്നും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അല്ലെങ്കിൽ 100ാമത്തെ റാങ്കുകാരനും 600ാമത്തെ റാങ്കുകാരനും തമ്മിൽ വലിയ മാർക്കിൻ്റെ ഡിഫറൻസ് വരത്തില്ല. ഒരു 4 മാർക്ക് 3 മാർക്ക് അത്രയൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ, ഡിഫറൻസ് വരത്തുള്ളൂ. സോ 3 മാർക്ക് 4 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന എഫേർട്ട് പ്ലസ് ഒന്നും കൂടെ നമ്മളൊന്ന് പുഷ് ചെയ്യാൻ പറ്റിയാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനേക്കാളും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആദ്യത്തെ ഒരു 50 റാങ്കിനകത്ത് അല്ലെങ്കിൽ 100 റാങ്കിനകത്ത് നമുക്ക് വരാൻ ശ്രമിക്കണം. അതിനുവേണ്ടി എഫേർട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഏറ്റവും നല്ലൊരു പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്ലാൻ ചെയ്യണം. എക്സ്ക്യൂസും ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങ് മാറ്റി വെച്ചേക്കാം. എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ട്, മക്കളെ കാര്യങ്ങൾ നോക്കാനുണ്ട്, ബാക്കി കാര്യങ്ങൾ നോക്കാനുണ്ട്, ഇന്ന കാര്യങ്ങൾ നോക്കാനുണ്ട്, പ്രൈവറ്റ് ജോലിക്ക് പോകാനുണ്ട്, ഞാൻ ഇങ്ങനെ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു 6 മാസത്തേക്ക് അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കാം. അതൊന്ന് മാറ്റി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കാലം സ്ട്രഗിളിങ് ആയിരിക്കും, ബുദ്ധിമുട്ടും ബാക്കി ഇല്ലാമായിരിക്കും. പക്ഷേ നമ്മളൊരു എഫേർട്ട് കൊടുത്താൽ മറ്റൊരു സാധനം വിട്ട് നമ്മൾ വന്നാൽ നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിന് എന്തായിരിക്കും, ഭയങ്കര വാല്യൂ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ജോലി മാറ്റി വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ആ ഒരു കുത്തൽ കാണും, അയ്യോ ഞാൻ ഇത്രയും മാറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ ഒരു എഫേർട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പഠിക്കുന്ന ആ ഒരു 6 മാസം നമ്മളെ കൊണ്ട് എല്ലാം മാറ്റി വെച്ച് എല്ലാം ത്യജിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ആദ്യ 100 റാങ്കിനകത്ത് വരാനായിട്ട് ശ്രമിക്കണം. സെറ്റാണ്, അപ്പോൾ ക്ലിയർ ആണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത ഇത്രയും അഡ്വൈസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ 1000 അല്ലെങ്കിൽ 1000 ഒന്നും പോകത്തില്ല. അടുത്ത റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 800 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 700 അത്രയൊക്കെ അഡ്വൈസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, മൊത്തത്തിൽ അങ്ങ് പോകുന്നത്. പിന്നെ ബാക്കി എന്ത് ചെയ്യുക, നിങ്ങൾ 31ാം തീയതി നോട്ടിഫിക്കേഷൻ വരുന്നു, നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. വരാവുന്ന LD നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്യുക. സെയിൽസ്മാൻ ആയിക്കോട്ടെ, സെയിൽസ് വുമൺ ആയിക്കോട്ടെ, അതൊന്നും തന്നെ വലിയ അഡ്വൈസ് ഒന്നും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. പക്ഷേ സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചൂക്കിലി മാറ്ററാണ്. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സാമൊക്കെ ക്രാക്ക് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ 31 അന്ന് ഗുഡ് ടു ഗോ. നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് ബാച്ച് അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിൻ്റെ ഒരു ഡിഗ്രി ലെവൽ ബാച്ച്, നമ്മുടെ പുതിയ ബാച്ച് നമ്മൾ ഈ ജനുവരി 1 തന്നെ അല്ലെങ്കിൽ ജനുവരി ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഏതാണ്ട് നമ്മുടെ ബാച്ചിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്: പ്രിലിംസ്, ദെൻ മെയിൻസ്, പിന്നെ ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബാച്ച് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ബാച്ചിൻ്റെ അഡ്വാൻറ്റേജ് ഇതാണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഞാൻ പറയാം, ഇപ്പോൾ 7 ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ടാകും, സബ് ഇൻസ്പെക്ടർ ഉണ്ടാകും, എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിനെല്ലാം കൂടെ കോമൺ പ്രിലിമിനറി എക്സാമാണ്. അതായത് ഏത് ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ വന്നാലും അതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പ്രിലിംസിന്റെ എക്സാം നടക്കാം. ആ പ്രിലിംസ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, മെയിൻസ് സെപ്പറേറ്റ് നടക്കാൻ പോകുന്നത്. ആ മെയിൻസിന്റെ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻസിന്റെ സിലബസ് ഓരോന്നിനും എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ സബ് ഇൻസ്പെക്ടറിന് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ്, സെക്രട്ടറി അസിസ്റ്റന്റ് ഒരു 100 മാർക്കിന്റെ മറ്റൊരു സ്പെഷ്യൽ ടോപ്പിക്കാണ്, എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ അബ്കാരി ആക്ട് സ്പെഷ്യൽ ടോപ്പിക് ആയിരിക്കും. അങ്ങനെ എല്ലാത്തിനും ഡിഫറൻ്റ് ആയിട്ടുള്ള മെയിൻസ്. പക്ഷേ ഒരു സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം ക്രാക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആ ക്രാക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി എല്ലാ എക്സാമും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. കാര്യം ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് കയറി നിൽക്കുന്ന ഏതിനായിരിക്കും, സെക്രട്ടറി അസിസ്റ്റന്റ് ആരും കയറി നിൽക്കുന്നത്. ഈ 3 കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് നിങ്ങൾ ക്രാക്ക് ചെയ്യുമ്പോൾ, പ്രിലിംസ് ക്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ ഏതൊക്കെ എഴുതാൻ പറ്റും, ഈ ബാക്കിയുള്ള എല്ലാ എക്സാംസും എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും മെയിൻസ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഫ്രീ എൻട്രി ആയിരിക്കും വരുന്നത്.
അതായത് സ്പെഷ്യൽ ടോപ്പിക് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. എത്ര നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കൂടെ വന്നാലും അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കും ബാക്കിയെല്ലാം നമ്മുടെ മെയിൻസ് ബാച്ചിലേക്ക് നിങ്ങൾ മാറുമ്പോൾ, പ്രിലിംസ് ഒക്കെ നിങ്ങൾ ഈസി ആയിട്ട് പാസ്സായിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. മെയിൻസ് ബാച്ചിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എല്ലാം തന്നെ, മെയിൻസ് ക്ലാസ്സസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഒന്നാമത്തെ പ്രത്യേകത. 2, ഏറ്റവും മികച്ച ക്ലാസ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏറ്റവും മികച്ച കണ്ടന്റ് ആയിരിക്കും, ഏറ്റവും മികച്ച ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം. മെന്റർ സപ്പോർട്ട്, പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് എല്ലാം നമ്മൾ ഒരു ഫ്രണ്ടിനെ പോലെ എന്ത് ചെയ്യും, നിങ്ങളുടെ കൂടെ കാണും, ഒരു മെന്റർ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂടെ കാണും. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ 10% എന്തുണ്ട്, ഓഫറുണ്ട് ന്യൂ ഇയറായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ ഒരു നമ്പറുണ്ട്, എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക്. ബാക്കി ഒന്നുമില്ലടാ, 31 ആ ഡേറ്റ് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. ഓക്കെ, പ്രിപ്പയർ ചെയ്യുക. ഒരു ഷോർട്ട് കട്ടും ഇല്ല, മാക്സിമം എഫേർട്ട് കൊടുക്കുക, ഒരു പക്ക സ്ട്രാറ്റജി ഉണ്ടാക്കുക, ആ സ്ട്രാറ്റജിയെ ട്രസ്റ്റ് ചെയ്യുക, അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആ വർക്ക് നിങ്ങൾക്ക് റിസൾട്ട് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം.